ഞാൻ പാടിക്കൊണ്ടിരിക്കണം വേണമെങ്കിൽ എന്നെ എടുത്ത് വെച്ച് പായസം വെച്ചോ പായൊക്കെ പൊള്ളോ അതെ നിങ്ങൾ നേരിട്ട് കണ്ടവൻ ഗ്യാസിന്റെ അടുപ്പിൽ ശരിയാക്കും വീട്ടിൽ വന്ന് ശരിയാക്കും അഴിച്ചുവിടാൻ പറഞ്ഞിട്ടാണ് നിക്കണേ തൊലിടക്കുന്ന ആദ്യം പച്ച കുത്ത മതിയില്ലേ മുരിങ്ങര ഞാൻ പറയാണ്ട് ആ ഇതിന്റെ പച്ചക്കുത്ത് കാണുമ്പോ ഇത് ദേഷ്യം വരും പിന്നെ നമ്മുടെ സുധാരേട്ടനെ ഒരു ദിവസം എന്നോട് പറയാം ആവോലി കൊണ്ട് പായസം ഉണ്ടാക്കാനോട് അപ്പൊ അവൻ ചെക്കനെ വെയിലത്ത് ഓടിപ്പിച്ചു എന്ന് പറയരുത് അവൻ വന്നു കഴിഞ്ഞാൽ അവനെയും പായസം കൊണ്ട് കുടിപ്പിക്കും ഇന്നിങ്ങോട്ട് വരുന്നവരൊക്കെ കഷ്ടകാല പായസത്തിൻ്റെതായ ഘടന വന്നില്ല പായസങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പായസം കൂടി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ മലയാളികളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നിങ്ങൾക്കറിയാലോ മുരിങ്ങ. കണ്ടോ മുരിങ്ങ, ഇത് വളരെ വിലപ്പെട്ട ഒരു സാധനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ മുരിങ്ങയിലുണ്ട്, പക്ഷേ മുരിങ്ങക്കായ ഇല്ല. അപ്പോൾ ഞാൻ ഇന്നാൾ മുരിങ്ങയുടെ ഒരു ജയന്തി പറഞ്ഞിട്ടുള്ള സാധനം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരിങ്ങ കൊണ്ട് നമുക്ക് ഒരു പ്രഥമം പായസം അടപ്രഥമം വയ്ക്കുന്ന പോലെ ഒരു പായസം വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സരിത ഈ മുരിങ്ങക്കായ കുറേ പൊട്ടിച്ചു, പക്ഷേ നമുക്ക് പായസം വയ്ക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അന്ന് വാങ്ങിച്ചുകൊണ്ട മുരിങ്ങക്കായ ചെറുതായി ഒന്ന് വാടി അതിൻ്റെ ഉള്ളിൽ ചോറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ മുരിങ്ങക്കായ കൊണ്ട് പായസം വെച്ചാൽ എന്താണെന്ന് ഞാൻ പായസം വല്ലതും വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ, നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ മുരിങ്ങക്കായ കൊണ്ട് അസലൊരു പായസം വയ്ക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. കട മുരിങ്ങക്കില്ല ചെറുതായിട്ട് വാടിയിട്ടില്ല, അത് മുറിക്കുമ്പോൾ അറിയാം നമുക്ക്. ഇത് പ്രതീകമാണ് കേട്ടോ, അത് കാണിച്ചതാണ് മുരിങ്ങയില എന്നുള്ളത്. സരിത അതായത് ഒരു ഇൻട്രോ വേണ്ടേ. അപ്പം മുരിങ്ങ കൊണ്ട് ഒരു അടപ്രഥമം, നല്ല ചൂട്, നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല ചൂട് കാറ്റാണ് മാത്രം. അപാരമായ കാറ്റ്, ഉഷ്ണതരംഗം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിലേ ഇന്ന് ഏറ്റവും വലിയ തമാശ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സരിതയാണ് ഫ്രിഡ്ജിലത്തെ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് പ്ലേ എന്താ പറയുക, കുപ്പിയിൽ നിന്ന് ഭൂതം എന്നല്ല പറയുന്നത്, ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്ന പോയിട്ടുണ്ട്. സാധനങ്ങളാണ് വലിച്ചു വാരി നിറച്ചിട്ട്. നമ്മളെ ഓരോ ഷൂട്ടിങ്ങിനൊക്കെ ചില സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞാൽ പ്രത്യേക തരം സോസുകളും സാധനങ്ങളൊന്നും പിന്നെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അപ്പം അതവിടെ വയ്ക്കും. പിന്നെ വേറെ പാചകത്തിന് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അങ്ങനെ ബാക്കി വരുമ്പോൾ കുറേശ്ശെ ഉപയോഗിച്ചിട്ട് ബാക്കി വരണതേ പിന്നെ ഇനി ഇതേ സാധനം ഉപയോഗിക്കണ വല്ല പാചകങ്ങൾ തരാണെങ്കിൽ എടുക്കാമല്ലോ വെച്ചിട്ട് അതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജ് എന്ന് ക്ലീൻ ചെയ്താലും ഇതൊക്കെ വീണ്ടും അതിലേക്ക് തന്നെ വയ്ക്കും. ഇന്ന് ഞാൻ എല്ലാം പുറത്ത് കിട്ടും. എന്നിട്ട് ഇതിൽ രണ്ടിലോ ചേട്ടനെ വിളിച്ച് രണ്ടിലൊരു തീരുമാനം എടുത്തിട്ട് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ള മാത്രം ഉള്ളിൽ വെച്ചാൽ. പക്ഷെ എന്താ ഇവിടെ വെടുപ്പാക്കാൻ തുടങ്ങിയപ്പോൾ മുരിങ്ങക്കായ പറഞ്ഞു ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്, വേണമെങ്കിൽ എന്നെ എടുത്ത് വെച്ച് പായസം വെച്ചോ, അല്ലെങ്കിൽ പിന്നെ അതിന് സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതെടുത്ത് വേണം വിളിച്ചു വേണമെന്നൊക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ വെടുപ്പാക്കൽ. അപ്പോൾ മുരിങ്ങക്കായനെ നമ്മൾ അന്ന് മുരിങ്ങക്കായ വെറുതെ നമ്മൾ നടുപൊളിച്ചിട്ട് ഇങ്ങനെ ചരണ്ടി എടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടുത്ത് ചോറ്. പക്ഷെ വേറൊരാൾ പറഞ്ഞു മുരിങ്ങക്കായ പുഴുങ്ങിയിട്ട് എടുക്കാൻ നല്ലതെന്ന്, വെറുതെ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഈ തോല് ഇതിനോട് അറിയില്ല. ഈ പായസം എങ്ങനെയാവണം ഒരു ലേശം ഉണ്ടാക്കിയാൽ മതി. ആ നാളികേരപ്പാലും ശർക്കരയും കളയണ്ടല്ലോ, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവാം. മുരിങ്ങക്കായ ആയതുകൊണ്ട് ഇതിന്റെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ, അത് നമുക്ക് കളയണം. അത് പായസം വയ്ക്കുമ്പോൾ കളയണം. അതെ, അപ്പം മുരിങ്ങക്കായ നമ്മൾ ഇത്രയ്ക്ക് പോകുന്ന അതെ. അതിന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ആദ്യം തന്നെ നെയ്യിൽ അത് വളറ്റാൻ. ഇത് അപ്പൊ ശരിയാവുന്നില്ല, അപ്പൊ ആ പച്ചമണം പോകുന്നു, എന്നിട്ട് പായസം ഉണ്ടാക്കാൻ. കഴിയുന്നു സരി കഷ്ണങ്ങളാക്കിയപ്പോഴേക്കും ഞാൻ സ്റ്റവൊക്കെ സെറ്റ് ആയിട്ടെ ഇത്രയ്ക്ക് പോകുന്ന കഷ്ണങ്ങളാക്കിക്കോ. വെറുതെ വേവിക്കുന്നു കേട്ടോ, വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേരണ്ടി എടുക്കാൻ എളുപ്പമാണല്ലോ. ഇപ്പം ഇല്ലാണ്ട് വലുതാക്കണ്ട, വലിയ കൊള്ളില്ല. അല്ല പായസങ്ങളെ ഇപ്പോൾ എല്ലാത്തരം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ മുരിങ്ങക്കായ്ക്ക് മാത്രം ഒരു പ്രത്യേകത അല്ലേ. അതുമാതിരി ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു ചേച്ചിട്ടാണ് കമന്റ്. ആ ചേച്ചിയുടെ മോൻ വർക്ക് ചെയ്യണ ഹോട്ടലിലത്തെ ഷെഫിന്റെ സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത് വെളുത്തുള്ളി കൊണ്ടുള്ള പായസമാണ്. അതെ, അല്ല വെളുത്തുള്ളി കൊണ്ട് പോലും പായസം ഉണ്ടാക്കുന്നു. മുഴുവൻ വേണോ? ഞാൻ 2 നാളികേരത്തിന്റെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അയ്യോ ഇത്രക്ക് വലുതായി കൊള്ളില്ലല്ലോ, വെള്ളം ഒഴിക്കുന്നത് കൊണ്ടല്ലോ. പിന്നെ ഇതെന്തുട്ടാ ചെയ്യില്ലേ, ഭയങ്കര ഉത്തേജകമായ പായസമായിരിക്കും. നമ്മൾ അടപ്രഥമം എന്നൊക്കെ പറഞ്ഞ അരി അപ്പോൾ പിന്നെ ഈ ഗോതമ്പ് പായസം തേങ്ങ വാങ്ങിക്കണ്ടോ. പക്ഷെ ഇവൻ ലോകോത്തര പായസമാണത്, അതിൽ വെട്ടാൻ പറ്റില്ല. ശരിയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ
ജഗ് നാടക ക്ലാസ്സിൽ പോയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് വെറുതെ ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നു. അപ്പോൾ ഈ അടുപ്പിൽ ശർക്കര ഒഴിക്കാൻ വയ്ക്കാം. ആയിക്കോട്ടെ. പായസം കുടിക്കാൻ മുരിങ്ങയില പായസം കുടിക്കാൻ കൊതിയാവപ്പോ. അല്ല മുരിങ്ങക്കായ ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് വാ. നേരെ ഇങ്ങോട്ട് വന്നോ. ഇത് നമ്മുടെ ഗ്യാസിന്റെ സ്റ്റൗ ശരിയാക്കണ രംഗീതന്. ഇങ്ങോട്ട് വാ. അത് രഞ്ജീതനെ അറിയാലോ. ഓഫ് ചെയ്തോ. രംഗീതനെ വിളിച്ച് എന്തിനാ ശരിയില്ല. നമ്മുടെ വീട്ടില് 4 ഗ്യാസ് സ്റ്റൗകളുണ്ട്. അത് ശരിയാക്കണം. അതിന്റെ ഈ ഗ്യാസ് സ്റ്റൗ ഇല്ലേ നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് കണ്ടത് പൊട്ടി. ആ പിന്നെ പൊട്ടിയത് മാത്രല്ല ഗ്യാസിന്റെ കുറ്റിയുടെ ഉള്ളിൽ ആ സാധനം. അതെ, സിലിണ്ടറിലേക്ക് അത് വെച്ചിട്ട് ചേട്ടൻ ടൈറ്റ് ചെയ്തു. അപ്പൊ അതിലിരുന്ന് പൊട്ടി. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് അത് പോയിട്ടുണ്ടെന്നു. ഇതിന്റെ ഉള്ളിൽ എന്തോ കുഴപ്പം സംഭവിച്ചു തോന്നുന്നു. അതിന്റെ കോലില്ലേ അതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാ? ഒന്നുമില്ലേ? ആ അതെ, നിങ്ങൾ നേരിട്ട് കണ്ടോ ഗ്യാസിന്റെ അടുപ്പിൽ ശരിയാക്കണം. വീട്ടിൽ വന്ന് ശരിയാക്കും. അപ്പൊ എന്തായാലും രംഗീത ശരിയാക്കട്ടെ. ചാർലി കുറയ്ക്കണണ്ടാ പുതിയൊരാൾ വന്നപ്പോ. ചാർലി വീട്ടിൽ മൊത്തം എത്ര ഗ്യാസ് സ്റ്റൗ ഉണ്ട്? 4 2 2 4. ഒരെണ്ണം മുകളിലിരിക്കുന്നുണ്ട് 5 എണ്ണം. 5 ഗ്യാസ് സ്റ്റൗ ഉണ്ട്. 5 എണ്ണം സർവീസ് ചെയ്യിപ്പിച്ചിട്ട് വിടാം. ചാർലിക്ക് ഒരു കൂട്ടിനായിട്ട് ഒരു നായ്ക്കുട്ടിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രേമന്റെ അളിയൻ ഇവിടെ മുളകത്താവ് മെഡിക്കോളജിൻ്റെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ടുവരാൻ പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു. അപ്പോഴേക്ക് പിന്നെ അത് കെട്ടഴിച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞു. അല്ല, അതിന് കെട്ടി ഇട്ടുണ്ട് എടുക്കാൻ വന്നു പറഞ്ഞിട്ട് വിളിച്ചത് രാത്രി 11 മണിക്ക്. രാത്രി 11 മണിക്കാണ് അതിന് കിട്ടിയത്. അപ്പൊ ആ നേരത്തെ നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല. അപ്പൊ നാളെ രാവിലെ വരാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെല്ലാൻ നിൽക്കുമ്പോ അവര് വിളിച്ചു പറഞ്ഞു അത് അഴിഞ്ഞു പോയി. ചാർലിക്ക് ഒരു കൂട്ടില്ല. അത് കെട്ടിയിട്ടൊക്കെ ചാർലിനെ കണ്ട കാണിച്ചായിരുന്നു. ചാർലി സുഖം തന്നെയല്ലേ? അവിടെ നോട്ടാ. അതേ വെള്ളമുണ്ട് ചാർലിക്ക്. വെള്ളമുണ്ട് കേട്ടാ. വെള്ളം കുടിച്ചോ. ആ അവിടെ അവിടെ കിടന്നോ. റെസ്റ്റ് ഓഫ് ഇന്ത്യ. കിടന്നോ. അഴിച്ചുവിടാൻ പറഞ്ഞിട്ടാണ് നിക്കണേ. ലേലു അഴിച്ചു വിടറാന്ന് അതിനെ പറയണത്. അപ്പോൾ ഈ പായസത്തിലേക്കുള്ള ശർക്കര ഇങ്ങോട്ട് ഉരുക്കാൻ വയ്ക്കാൻ വെച്ചു. അപ്പോൾ ഇപ്പുറത്തേൽ തീ കത്തിച്ചിട്ടേ ചെറിയ അടുപ്പ് മതിയാ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടേ ശർക്കര എന്തിനാ ഉരുക്കാൻ വയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിലേ സമയമാകുമ്പോഴേക്കും ആയോളല്ലോ. മറയൂർ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 250 ഗ്രാമിൻ്റെ ഒരു പീസ് ഉണ്ട്. 250 ഗ്രാമില്ലേ 224 ഗ്രാമിൻ്റെ ഒരു പീസ് ഉണ്ട്. അത് നമുക്ക് തിരിക്കേണ്ടിടാം. ഇനി ഒരു 200 ഗ്രാം കൂടി മതിയില്ല. അധികം വല്ലാണ്ട് മധുരം വേണ്ടല്ലോ. ഇത് എന്തോരം ഉണ്ടാവും അറിയില്ല. അപ്പം ഇതെടുക്കണ്ടായിരുന്നു. മൊത്തം മതിയായിരുന്നില്ലേ? 500 ഗ്രാം വേണ്ട, ഭയങ്കര മധുരവും. 425 ഗ്രാം മതി. ഒരു 200 ഗ്രാം കൂടി മതി. 200 ഗ്രാം കൂടി എടുക്കാം മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം കണ്ട സുഖമായിട്ട് പൊട്ടിക്കാം. പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ പിന്നെ ഇത് ബലം വയ്ക്കും. നമുക്ക് ആവശ്യത്തിന് എടുക്കണ്ടോ? നമ്മുടെ ഈ മുരിങ്ങയില മൂടി വയ്ക്കാം. നമുക്ക് മുരിങ്ങയിലല്ല മുരിങ്ങക്കായ. എപ്പോഴും മുരിങ്ങ. അതിന് മുരിങ്ങയില പൊട്ടിച്ചിട്ടല്ലേ വീഡിയോ തുടങ്ങിയത്. അതാണ് മുരിങ്ങയില എന്ന് വായിൽ വരുന്നത്. ഇപ്പം നമ്മുടെ ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2 മാങ്ങ വീണ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് പൂളി തിന്നാം. അത് ഒരെണ്ണം കുറേ നേരം മുന്നേ വീണത് സരിതേ കൊത്തിയിട്ടുണ്ട്. ഇവിടെ കിടക്കണ്ടല്ലോ. ഇവിടെ കിടക്കണത് അത് പോക്ക് സാധനം അല്ല. അത് നല്ലത് തന്നെയല്ലോ. ഇല്ല, അത് നന്നായി കൊത്തിയതാ. അത് മറ്റേ ഭയങ്കര ടേസ്റ്റുള്ള മാമ്പഴമാണ് നമ്മുടെ മൂവാണ്ടൻ. നോക്കിയേ തൊലി കിടക്കുന്നില്ല. നല്ല ടേസ്റ്റാ. ഒരു കുഴപ്പമില്ല. എങ്കിൽ ഇതിനൊരു മാങ്ങര കഷ്ണം തിന്നാ. തൊലി കിടക്കുന്ന തിന്നാ. ഫ്രണ്ടിലത്തെ പല്ലുകൊണ്ട് കടിക്കാൻ പറ്റില്ല. ഈ പല്ലിൻ്റെ ഇടയിലൊക്കെ നാരിയിരിക്കും. മൂവാണ്ടൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതായിരുന്നു തുടക്കം. ഞങ്ങള് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ നോക്കിയപ്പോ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര ഒരു സൗണ്ടും ഗ്യാസ് ഇങ്ങനെ ലീക്ക് ആവണം. അപ്പോഴാണ് ചേട്ടൻ ഇത് ലൂസായതാവും വെച്ചിട്ട് ഇത് പിടിച്ച് മുറുക്കിയത്. 2 പീസ് ഒക്കെ എടുക്കണ്ട് ഇപ്പോഴും. മതിയെന്നോ ഇത്രക്കായ പോരെ? ജസ്റ്റ് ഒന്ന് വാടിയ പോരെ?
എന്തൊരു മണായിരുന്നു. ആദ്യ പച്ചകുത്ത ഒന്നിനും കൊള്ളില്ല സാധനം. അങ്ങനെ ഹാൻഡ് വാഷ് എങ്ങാനും ഷാമ്പൂ അതുപോലെ എന്തെങ്കിലും. ലീക്ക് ഉണ്ട്, മണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ പൈപ്പിന് ലീക്ക് ഉണ്ട്. അപ്പൊ ഈ പൈപ്പ് ഇത് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അപ്പൊ നമ്മള് പിന്നെ റെഗുലേറ്ററിനെ കംപ്ലൈന്റ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത് കാരണം ആള് റെഗുലേറ്റർ പറഞ്ഞാൽ പുതിയത് കൊണ്ടുവന്നു. പക്ഷെ ഈ പൈപ്പിനാണ് ലീക്ക് ഉള്ളത്. അതിനും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, റെഗുലേറ്ററും പൊട്ടിയിട്ടുണ്ടായിരുന്നു. ശർക്കര പീസുകളുണ്ട്. അതില് കിടന്നുരുക്കോളും. ഇനിയിപ്പോ ഇത് മതിയില്ല. ഇത് ഇപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പഠിച്ചെടുക്കാം. ഇതിന്റെ തീ ഓഫ് ചെയ്യാട്ടാ. മതിയില്ലേ മുരിങ്ങര? എനിക്കറിയില്ല, ചേട്ടൻ പറയണ പോലെ എല്ലാം. എനിക്ക് ഈ ഒരു ഇതില് യാതൊരു അഭിപ്രായവും ഇല്ല. അതൊക്കെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? മറ്റേ ഇതിലാണ് ദിലീപാണ്ട് പറയില്ലേ, എന്നിട്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാ എന്നിട്ട് ആയിട്ട് ചെയ്യണമെന്നാ ചോദിക്കുക. നമ്മളൊരു ഇതില് പോണെന്നുള്ളതാണല്ലോ. അങ്ങനെ ഏതൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഇത് എഴുത്താവോ ഓർമ്മയില്ല. അത് പറയാണ്ട് അറിഞ്ഞിട്ടാണോ ഞാൻ അത് പറയാണ്ട് എടുക്കില്ല. എനിക്കറിയില്ല ഏത് പടാന്ന്. അങ്ങനെ ഏതുണ്ട്. എനിക്കിതൊക്കെ അറിഞ്ഞിട്ടാണോ? മറ്റേ എന്റെ അടുക്കൽ വന്നെടുക്കാൻ എനിക്കുണ്ടൊരു കുഞ്ഞാണ് അതിലത്തെ. അതില് എവിടെയാ ഈ ഡയലോഗ്? അതിലാണ് ഈ ഡയലോഗ് ഉള്ളത്. അപ്പൊ ഇതിന്റെ വെള്ളം ഊറ്റി കളയില്ല. അത് ആലോചിക്കാണ്ട്. അതങ്ങനെയല്ലല്ലോ ആ ഡയലോഗ്. എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറയില്ലേ ബിജു മേനോൻ? എന്നെ ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടാണോ? പ്രസവിച്ചു പോയില്ലേ, അത് കാരണം അവര് വളർത്തുന്നു. അങ്ങനെ അതല്ലേ? അതല്ലേ? വെള്ളം ഊറ്റി കളഞ്ഞു. വെള്ളം ഞാൻ 3 സ്ഥലത്തായിട്ട് ഊറ്റിയത്. ഇവിടെ ആദ്യം ഊറ്റി. അയ്യോ പറയുന്നേക്കറി. ഇവിടെ ആദ്യം ഊറ്റിയപ്പോ പുല്ലുമിരിക്കാണ്. അപ്പൊ നീ ചീത്ത പറയല്ലോ, പുല്ല് കരിയെന്ന് പറഞ്ഞു. ഞാൻ ചീത്ത പറയണതല്ല, അല്ല ആ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ പുല്ല് കരി എന്നുള്ളത് എന്റെ ചിന്ത മനസ്സിലുണ്ട്. അത് കഴിഞ്ഞപ്പോ ചൂടുവെള്ളല്ലേ ഇവിടെ ഊറ്റി. അപ്പൊ നോക്കിപ്പോണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇല്ലേ, അതല്ല അതിന് ഉരുകില് വന്നാലോ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ മണ്ണിൽ കൊണ്ട് പോയി ആക്കി. 3 പ്രാവശ്യം 3 സ്ഥലത്ത് മുരിങ്ങയുടെ പോഷകങ്ങളൊക്കെ 3 സ്ഥലത്തായിട്ട് കിട്ടട്ടെ. അപ്പോൾ അവിടെ മുരിങ്ങക്കായ എങ്ങനെയായിട്ടാ നീ ഇവനെ പഠിച്ചെടുക്കാം. നമുക്ക് ഭയങ്കര ചൂടാണ്. കണ്ടിനെ അങ്ങോട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് കാണുമ്പോൾ ഇത് ദേഷ്യം വരും. വേണ്ട ഇതൊക്കെ കടിക്കാനുള്ള അടപ്രദം പോലുള്ള സാധനം കണ്ട എനിക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടത്. ഒന്ന് ചൂടാട്ടെ. മരക്കമ്പിയിൽ തടി വെട്ടിട്ടാ പോലെയുണ്ട് സരിത കണ്ട. നന്നായി കഴിഞ്ഞു. പായസത്തിന്റെ കൂത്ത് കഴിഞ്ഞു. ഉപമ വന്നു. ഫസ്റ്റ് പൊളിച്ചു. നമ്മളിതിൻ്റെ കുരു കളയുന്നില്ല കണ്ട. കുരു അരിഞ്ഞ് കിട്ടുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ പുഴുങ്ങിയിട്ടാക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തെ ഈ ഞാരില്ലേ അത് വരില്ല. അതാണ് ഒരു ഗുണം. അപ്പോൾ ആൾ പറയും ഇതിപ്പോൾ ഇങ്ങനെയായിട്ട് വെറുതെ വാങ്ങിച്ചോണ്ടിരുന്നോന്നു ചേട്ടാ. ഇപ്പോഴാ? അയ്യോ നീ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണ്ടടാ ഈ വെയിലത്ത്. ഇതേ ഇങ്ങനെ പഠിക്കാനല്ല സരിത കണ്ടാ. ഈ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നീക്കി വെച്ചിട്ട് ചേട്ടനെ അടുത്ത് വെച്ചിട്ടാക്കി കൂടെ. അങ്ങനെയുണ്ട്. നീ അവിടെ പൊളിച്ചെന്നാ വെറുതെ. അയ്യോ കൈപൊളി. ആട് പോകണ്ട. മാഷ് നമ്മൾ അടിപൊളിയായിട്ട് കഴിയില്ലാണ് കേട്ടാ. സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഭയങ്കര ചൂടാത്. ഞാനും കൂടി ആക്കാം. നല്ല കാര്യമാണ്. പെട്ടെന്നായിട്ട് കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ പരിപ്പെടുക്കുക. മൂത്ത കുരുവൊന്നും വേണ്ട ചേട്ടാ. ആക്കണോട്ടെ. അത് വേണം. അതിങ്ങനെ കടിക്കുമ്പോ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതൊക്കെ അടിപൊളി അറിയും. അതല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം വെറുതെ കുറുക്ക് പോലെയല്ലേ അല്ലെങ്കിൽ പായസേ കുറുക്ക് പോലെയല്ലേ. പിന്നെ നമ്മുടെ സുധാരേട്ടനെ ഒരു ദിവസം എന്നോട് പറയും ആബോലി കൊണ്ട് പായസം ഉണ്ടാക്കാനോട്. ആബോലി മീനില്ലേ അതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞു. ഭയങ്കര പായസമാണ്. അപ്പം ഞാൻ പറഞ്ഞു ആബോലി 1000-800 രൂപ കിലോയ്ക്കുള്ള സാധനം വാങ്ങിയിട്ട് ഈ പായസം ഉണ്ടാക്കണ അസല് കൂട്ടാൻ വെച്ച് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞു. ഒരു ലോഡ് ചോറൊന്നും ചെയ്യാം. ഇത് പായസം നമ്മുടെ
ചാർലിക്കും കാമറിക്കും കൊടുത്തവരെ അവരിതൊക്കെ മൈൻഡ് ചെയ്യില്ല. ആ പൊടി പൈസേ. പിന്നെ വേറെ സാധനം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് അലുവിയും മീൻചാറ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവില്ല ചെറുതാ. എന്നിട്ട് ഇപ്പോൾ ആളുകൾ ഇപ്പോൾ എന്നിട്ടാക്കി ബീഫും ഇപ്പോൾ ഈ മറ്റേ സാധനമില്ലേ എന്നിട്ട് പറയാ പഴംപൊരി കഴിക്കുന്നുണ്ടല്ലേ. വിരുദ്ധാഹാരല്ല, അല്ല ഒരു ബന്ധമില്ലാത്തത്. അലുവി മത്തിക്കറി നീ എപ്പോഴെങ്കിലും തൃശ്ശൂർക്ക് വരുമ്പോഴേ അല്ല ഈ വഴിക്ക് വരുമ്പോൾ വാങ്ങിച്ചാൽ മതി, കുഴപ്പമില്ല. അത് ഞാൻ വേണമെങ്കിൽ വാങ്ങിക്കാം, എനിക്കറിയില്ല ഇത്. അല്ല പൈപ്പ് വാങ്ങിക്കല്ലോ വേണ്ട, അല്ലാണ്ട് ഇതിനുമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. രംഗീത് എന്തിനാ ഈ വെയിലത്ത് എങ്ങനെ പറയാണേ അവൻ വാങ്ങിച്ചിട്ട് വരാന്നേ ഇപ്പോ അതിന്റെ പൈപ്പ്. അപ്പൊ രംഗീത് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ട് ഷവർ റിപ്പയർ ചെയ്യൂട്ടാ. എല്ലാവരും 30 കിലോമീറ്റർ ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയിൽ 30 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ വേണമെങ്കിലും വന്നിട്ട് രംഗീത് റിപ്പയർ ചെയ്യും. അപ്പോൾ രംഗീത് കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഇപ്പൊ കുറെ നാളെത്തിയ സ്റ്റൗ ആയാലും നല്ലതാ. നമ്മൾ ഇനിയിപ്പോ ഇനി അടുക്കളയിലത്തെ നോക്കാം. ഏത് കുരിച്ചിറന്ന് വാങ്ങിക്കാനാ? അല്ല നിനക്ക് അത്ര ഇനി വാങ്ങിച്ചാൽ മതിയാവും എന്നുള്ള വാങ്ങിച്ചോ? അതെ, ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല. ആ പാവൻ ചെക്കനെ വെയിലത്ത് ഓടിപ്പിച്ചു എന്ന് പറയരുത്. അല്ല അവന്റെ പണി വെയിലത്ത് ഓടിപ്പിച്ച് നടക്കല ഇങ്ങനെ പണി. അപ്പൊ രംഗീതിന്റെ ഫോൺ നമ്പർ ഇവിടെ എഴുതി കാണിക്കില്ല കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് വിളിച്ചോളോ. അടുക്കളയിലത്തെ നമ്മുടെ കാഫിന്റെ ആണ്, അത് നോക്കണം കേട്ടാ. രംഗീതിന്റെ ഒരു ഉണ്ണി ഉണ്ടായില്ല ഇപ്പൊ, രണ്ടാമത്തെ ഒരു ഉണ്ണി ഉണ്ടായി. എന്തുട്ടിയാ ആദ്യത്തെ? എന്തോരായി ഉണ്ണിക്ക്? അത്രേ ഉള്ളൂ. അപ്പൊ രംഗീത് പോയിട്ട് പായസം സെറ്റാക്കാട്ടാ. ഇത് നിന്നെ കൂട്ടിപ്പിച്ച വിടൂ. അരുങ്കോക്ക് ചക്കിടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മരം മുറിക്കാറില്ലേ അരുങ്കോക്കു. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെയും പായസം നമ്മൾ കുടിപ്പിക്കും. ഇന്ന് ഇങ്ങോട്ട് വരുന്നവരൊക്കെ കഷ്ടകാല. മുരിങ്ങക്കായ പായസം ഒക്കെ നീ കുടിപ്പിച്ചേ വിടൂ. ഒരു കാര്യമായിട്ട് ഈ തണ്ടുകളൊക്കെ മാറ്റി കളയണം. ഇന്ന പായസം ഒന്ന് പറയരുത് സരിത കുടിക്കുന്നത്. ഇവന് മാത്രമേ അറിയുള്ളൂ, ആർക്ക് രംഗീതിന് മാത്രമേ അറിയുള്ളൂ. ബാക്കി ഒരാൾക്ക് ഇത് എന്തൊരു പായസം എന്ന് പറയാൻ അറിയാൻ പാടില്ല. ഇപ്പോൾ സദ്യക്കൊന്നും ഇത് വയ്ക്കാൻ പറ്റില്ല. അത് അത്രയും മുരിങ്ങക്കായൊക്കെ ഇങ്ങനെയൊക്കെ അത് നന്നായിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. സദ്യക്ക് വയ്ക്കാൻ പറ്റില്ലെന്ന് എളുപ്പമല്ല. സംസ്കൃത വസ്തു എന്ന് പറഞ്ഞ അരിയല്ലേ ഇതങ്ങനെ. ഇത് മുരിങ്ങക്കായ കിട്ടണ്ടേ ഇത്രക്ക്? പിന്നെ ഇത് ആരാണിത് ഈ വക കുന്തത്തിന് പരിപാടിക്ക് ഇരിക്കുക? അതാ പറഞ്ഞത് റെഡിമെയ്ഡ് അട വാങ്ങിക്കല്ലേ. ഒന്നും ചെയ്യണ്ടല്ലോ. ഇതിപ്പോ ആരെങ്ങനെയൊക്കെ ആക്കാനായിട്ടിരിക്കുക. ഇപ്പൊ വളരെ നന്നായി. എൻ്റെ മോളുടെ കല്യാണത്തിന് മുരിങ്ങക്കായ പായസം വേണമെന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ലാന്ന്. ഈ പായസം കുടിച്ചിട്ടേ ചിലപ്പോ ഓരോരുത്തരും മോന്തെങ്ങനെ ഇരിക്കുന്നറിയും. നമ്മുടെ ജയറാമും ഈ നമ്മുടെ ജഗദീഷായിട്ടൊരു സിനിമയില്ലേ, അതിൽ ജയറാമൻ അല്ല ദിലീപ് അല്ല ജഗദീഷിനോട് ഉപ്പിട്ട ചായ ശോഭന കുടിക്കില്ലേ എന്നൊരു സിനിമയുടെ പേര്. അന്നേരം ജഗദീഷ് കുടിച്ചു കഴിഞ്ഞിട്ട് വായയിൽ പിടിച്ചിട്ടുള്ള ഒരു നിൽപ്പില്ലേ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഈ പായസം കുടിച്ചിട്ട് ഓരോരുത്തരും മോന്ത കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ. സിനിമ മനസ്സിലായില്ല. സിനിമ ഏതാ എഴുന്ന ഈ അത് ശോഭന കല്യാണം മനസ്സിലായി. സിനിമ മനസ്സിലായി. പേരേതാണാവോ? മിന്നാമിനിങ്ങിന് മിന്നുകെട്ട്. തിലകൻ അച്ഛനായിട്ട്, മനസ്സിലായി. ജയറാമിൻ്റെ അച്ഛനായിട്ട് അടിപൊളിയായിട്ട് ഇത് വടിച്ചെടുത്തുട്ടോ കംപ്ലീറ്റ്. അപ്പോൾ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് നിന്ന് വെറുതെ കട്ട് ചെയ്ത് തരുത്. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതിൽ തന്നെ കട്ട് ചെയ്താലും മതി. ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റി ഇന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഉരുളി അടപ്പ് തേക്കിട്ടെ ഇന്ന് കട്ട് ചെയ്യുന്നു കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. തുടങ്ങാൻ പോണ് പായസം തുടങ്ങാൻ പോണ്. ഈ പായസം ഇപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാവരും പായസം വയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ വയ്ക്കാൻ പോകണം. ഉരുളി അടപ്പത്ത് വയ്ക്കാൻ പോകണം. അല്ലേ നമ്മുടെ ഉരുളി അടപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. അങ്ങനെ അറിയാൻ പറ്റും കേട്ടോ. ചെറിയ പീസുകളായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഭംഗിയായില്ലേ. നമ്മുടെ ഉരുളി ചൂടായി. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു കേട്ടോ. പായസത്തിന് നെയ്യ് അനിവാര്യമാണ്. ഇതിലേക്ക് നമ്മുടെ ശർക്കര നീര് ഒഴിക്കാൻ പോണത്. ശർക്കര നീര് അരിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇത് കട്ട മുഴുവൻ അലിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. ഇത് ഒഴിക്കണോ? അയ്യോ നെയ്യിൽ ആദ്യം വഴറ്റ് ചേട്ടാ. ഇതിലിട്ടിട്ട് വരട്ടെ. നെയ്യിലൊന്ന് വരട്ടിയിട്ട് ശർക്കര നീര് ഇതിലിട്ടിട്ട് വരട്ടും. ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കിയോളോ. അതിലിട്ട് ഞാൻ മറ്റെല്ലാം ഇതാവും, ഡ്രൈ ആവും. ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണ്ടേ. ഇതിൻ്റെ ഉള്ളിലേക്ക് ശർക്കര നീര് പിടിക്കണം.
ശരിക്കും അവിടെ പ്രവർത്തന കഷ്ണം പോലെ ഇല്ലേ? ഇനി വല്ല ഐഡിയ വരണ്ടേ? മുരിങ്ങക്കായ വെച്ച് കുറച്ചുകൂടി മുരിങ്ങക്കായ ഉണ്ട് ബാക്കി. നോട്ടെ ഇടാം, ഇപ്പോൾ ഇടാം. ലാങ്കിലെ പോലെ ഇല്ലേ ഇത് മുഴുവൻ ഇരിക്കുന്നത്? ഒന്നും മിണ്ടാണ്ടെന്ന് ചേട്ടാ. ലാങ്കി മറ്റേ ചെമ്പകത്തിൻ്റെ മറ്റേ ലാങ്കി അറിയോ? എല്ലാവർക്കും അറിയാം. ഇങ്ങനെ അതിൻ്റെ കളറും ഉണ്ട്, അതുപോലെ നീളൻ സാധനം കണ്ട ലാങ്കിലെ പൂവ് പോലെ. ഇട്ടോ അതുകൂടി ഇട്. അല്ല ഇത് എനിക്കിടും. അതെ, നമ്മുടെ ശർക്കരയിലേക്ക് നമ്മുടെ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത, ചിലപ്പോൾ വല്ലവരും വെച്ചിട്ടുണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല യൂട്യൂബിൽ, ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും, ഞാൻ കാണാണ്ടാണ് വെക്കുന്നത്. അതിട്ടു. എനിക്ക് പായസത്തിൻ്റെ അതായത് ഘടന ഒന്ന് തരും നോക്കിയേണ്ട. ഇത് പെട്ടെന്ന് ആവുന്ന സാധനമില്ല കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്ത് ആക്കരുത്. നല്ല പോലെ ശർക്കര വരട്ടി എടുക്കണം, അല്ലെങ്കിൽ ഈ പായസം ഒന്നിനും കൊള്ളുണ്ടാവില്ല. വരട്ടി എടുത്താലും ഇത് എങ്ങനെയാന്ന് ചേട്ടൻ അറിയോ? നന്നാവും എനിക്ക് ഉറപ്പുണ്ട്. മുരിങ്ങക്കായ കുരു അത്ര മൂത്തല്ല, ചള്ള തന്നെയാണ് കേട്ടോ. നല്ല മൂപ്പുള്ളതല്ല. മൂപ്പുള്ളതാണെങ്കിൽ കുരു ഉപയോഗിക്കരുത് അധികം. അല്ല ഞാൻ ഇതുണ്ടാക്കി കുടിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ട്. അല്ല മുരിങ്ങക്കായ കുരു മൂത്തത് ഇടരുതെന്ന് പറഞ്ഞത്. ബേസിനോട് നീ കരുത് ചോറിൻ്റെ ചോറുണ്ടോ? ആ പാത്രത്തിൽ ചോറ് തിമ്മി കൂട്ടാൻ്റെ 2 കഷ്ണം ഇട്ടിട്ട് കൊണ്ടുവന്നേ. ഇവിടുന്നിട്ട് ചോറിന എന്തായാലും 2 കാര്യം ഓരോ സമയം നടക്കുമല്ലോ. സമയം കണ്ട 1:40 ഞാനത് അടക്കാൻ പോയി ചോറ് എടുത്തിട്ട് പോരാ. വലിയ മതിയില്ലേ? ഇതുകൊണ്ട് ഇടണം കേട്ടാ. കഴിഞ്ഞു. വിലപ്പെട്ട പോഷക സാധനമാണിത്. ഇപ്പോൾ ഞാനെന്തായാലും പൊട്ടി ചോറ് എടുത്തിട്ട് വരാം. ആ പായസത്തിന് നല്ല മണം വന്നിട്ടാ. കണ്ട നമ്മൾ ചോറെടുത്തു. ആ മുരിങ്ങക്കായയുടെ മണവും ശർക്കരയുടെ മണവും കൂടി ചേർന്ന ഒരു മണമാണ് വരുന്നത്. കോട്ടൻപുളി ഇട്ട അടിപൊളി പറ്റ മീൻ കറി കണ്ട. ഇതൊന്നും എൻ്റെ ഉച്ചയിലത്തെ ഭക്ഷണം. പിന്നെ കാലത്തെ ചീര ഉപ്പേരി കണ്ട. നമ്മുടെ വീട്ടിലത്തെ ചീര ഇങ്ങനെ കേട്ടാ. മീൻ നമ്മുടെ വീട്ടില. ഓ ചോറുണ്ട്. മണം ബെസ്റ്റ് മണം. സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കും. ഒരു ഇരുന്ന് ചോറുണ്ട്. അവിടെയാ എവിടെയെങ്കിലും ഞാൻ ഇളക്കാം. ഇളക്കിക്കൊണ്ടിരിക്കൊന്നും വേണ്ടല്ലോ. ഏയ് ഇന്നലെ വെച്ച മീൻ കൂട്ടാനാട്ടാ ചട്ടിയിൽ. അതിനൊരു ടേസ്റ്റ് പറഞ്ഞറിയാൻ പറ്റില്ല. നമുക്ക് എന്താ സുഖം. നമ്മുടെ മുറ്റത്ത് എവിടെ ഇരുന്നിട്ട് വേണം ചോറിനാം. റോട്ടിയുടെ വണ്ടിയിലൊന്നും പോകണില്ല. ആരും നോക്കാനും ഇല്ല. സുഖം. നമ്മളിപ്പോൾ ഒരു 1:35 ഞാൻ ചോറിനപ്പോൾ വറ്റി തുടങ്ങിയതല്ലേ. അപ്പോൾ 1:30 1:35 10 20 മിനിറ്റോളം നമ്മളിതിലിട്ട് വരട്ടിയിട്ടാണ് കണ്ടാ. നോക്കിയാൽ ഇത് വെള്ളം കംപ്ലീറ്റ് വറ്റി ഈ ശർക്കര നീരത്തിലേക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ കുത്ത് വല്ലതും ഉണ്ടോയെന്ന് നോക്കാനായിട്ട് സരിത ഒരു പരീക്ഷ നടത്താനായിട്ട് ഒരു സ്വല്പം വിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചാമൃതം പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കഴിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നത്. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ശർക്കര നീര് ഒഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത്. അല്ല നാളിനും പാൽ ഒഴിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയില്ല, നമ്മൾ എന്തെങ്കിലും വെക്കും. അല്ല അതിൻ്റെ ടേസ്റ്റ് നോക്കി നോക്കൂ. ഞാൻ നോക്കണില്ല. അതല്ല ഈ മുരിങ്ങാരെ കുത്തുണ്ടോ നോക്കിയാൽ മതി. അല്ല മുരിങ്ങാരെ കുത്തൊരു താങ്ങിക്കല്ല. ഈ ക്യാരറ്റിൻ്റെ കുത്ത് അങ്ങനെ ഓരോ സാധനത്തിൽ പായസം ഉണ്ടാകണതല്ല. ക്യാരറ്റ് പായസം പക്ഷെ പഞ്ചസാരയിലല്ലേ ഉണ്ടാക്കുക. അയ്യോ എന്തേ? ഒരു കുഴപ്പമില്ല. ആ പെട്ടെന്ന് ഒന്നും മിണ്ടാണ്ട് തിരിഞ്ഞു ഓടുന്നുണ്ടപ്പോൾ എന്താണോ നാളികേരം പാൽ ഒഴിക്കാൻ പോകട്ടോ. അത് വരട്ടിയിട്ടുണ്ട്. 2 നാളികേരത്തിൻ്റെ 2ാം പാലാണ് ഒഴിക്കുന്നത്. കട്ടിയുണ്ടല്ലോ, നല്ല കട്ടിയുണ്ടല്ലോ പാല്. നല്ല കട്ടിയാവും. അതുപോലെ മധുരം കൂടും. മധുരം കൊടുത്തു. മധുരത്തിന് വേണം. ശരിക്കും അതിലേക്ക് പിടിച്ചു. ആ ശരിക്കും പിടിച്ചിട്ടുണ്ട്. നീ തൊട്ടൊക്കെ കുരുവിൻ്റെ കടിക്കുമ്പോഴാണ് ഒരു പ്രത്യേകത ഉള്ളത്. എന്തൊരു വില തോന്നുന്നുണ്ടാ? കുഴപ്പമില്ലടാ. കുഴപ്പമില്ല. ഏയ് ഇത് ഇങ്ങനെ തിന്നാൻ നല്ല രസമുണ്ട്. പായസൻ്റെതായ ഘടന വന്നില്ല. ഇതില് കുരുണ്ട് എന്നുള്ളത് കുരുവിനെ കാണാം. കണ്ടാ കുരു ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോട് ഇടണ്ടാന്ന്. കുരു കാണാം. അപ്പൊ ഒരു കാര്യം ചെയ്യാട്ടാ, കുരു കാണാതിരിക്കാനായിട്ട് അപ്പൊ നിങ്ങള് പായസം ഉണ്ടാക്കുമ്പോ അപ്പൊ പറയാൻ മനസ്സിലല്ല കുരു ഉപയോഗിക്കണ്ട. അല്ല അത് പറഞ്ഞ ശരിയല്ലേ? ആ ശർക്കരയിൽ നെയ്യിലോട്ട് വരട്ടിയെടുത്ത മുരിങ്ങയുടെ ഇതേ അത് നല്ല രസമുണ്ട്. അപ്പൊ കുരു ഇങ്ങനെ കണ്ട കുരു വേറിട്ട് തെളിഞ്ഞ് കാണാം. അല്ല കുരു വേറിട്ട് എന്താ പറയാ തെളിഞ്ഞ് കാണണം. കുരുന്ന് കഴിക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവോ? നുള്ളു ഉപ്പിടട്ടെ. ഒരു നുള്ളു ഉപ്പ് പൊടിയിട്ടുണ്ട് കേട്ടാ. ഒരു നുള്ളു ഉപ്പ്. പായസം വേഗം സെറ്റാവും.
അതിൻ്റെ കുഴപ്പമില്ല. മുരിങ്ങ പക്ഷെ കുരു വേണ്ടായിരുന്നു. കുരിപ്പോൾ കുരുവിന് മണം കൂടുതലാ. കുരു പറിക്കി കളയാൻ പറ്റില്ല. കുരുവിലേക്കല്ലേ പോഷകാംശം എടുക്കുന്നത്. നമ്മൾ ഈ കുരുവിനെ മാറ്റി കളഞ്ഞെങ്കിൽ ശരിയാവാ. കുരുവിനെ കൂടി മിക്സിയിലിട്ട് അരക്കിലോ അതിൽ അരച്ചിട്ടായിരുന്നു അല്ലേ. പക്ഷെ ഈ സാധനം ഇല്ല ചേട്ടാ, ഇത് കഴിക്കാൻ നല്ല രസമുണ്ട്. അതെ, ഗംഭീരമായി കണ്ടുപിടുത്താവും ഇത്. ഉണ്ണിമധുരം മധുരം ഇത്തിരി കൂടുതലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ ഇതിലല്ലേ. ഇതിന്റെ രണ്ട് പോരായ്മകള് ഇപ്പൊ പറഞ്ഞത് നമ്മള്. ഒന്ന് ഈ കുരുക്കള് കണ്ടത് എങ്ങനെ നോക്കിയാൽ കണ്ട മുഴുവൻ പൊന്തിയെടുക്കണ്ട. അത് വേണമെങ്കിൽ ഇതിങ്ങനെ വേണമെങ്കിൽ പറക്കി പറക്കി ഇടാം. കണ്ട ഒറ്റടിക്ക് കുരുക്കൾ വന്നുണ്ട് സരിത. കണ്ട കുരുക്കൾ കണ്ട. ഈ കുരുക്കൾ വേണമെങ്കിൽ നമുക്ക് മാറ്റിയിടാം. ഇത്രയും. പിന്നെ മധുരത്തിന്റെ കാര്യത്തില് നമ്മള് മധുരമില്ലെങ്കിൽ വല്ലാണ്ട് മധുരം ഒന്നും പറയാൻ പറ്റില്ലല്ലേ. കുഴപ്പമില്ല, തലക്കടിക്കുന്ന കുത്തില്ല. അത്രക്കായിക്കോട്ടെ മധുരം. വിവരദോഷി ആരെ വിളിക്കുന്നത്? ഞാൻ തന്നെ എന്നെ ആ കുരുക്കൾ എടുക്കാണ്ടിരുന്നാൽ മതി. അല്ല കുരുക്കളെ ഇങ്ങനെ പായസത്തിൽ ഇങ്ങനെയായിട്ട് വേറിട്ട് എടുക്കണം. അപ്പോൾ ഒരു ഇതുപോലെ എന്തോ ഒരു ഇതുപോലെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഇത് ചോറിൻ്റെ ടവറിലൊന്നും ഉണ്ട്. അയ്യോ, രംഗീതിനോട് ചോറ് കൊടുക്കായിരുന്നു നമുക്ക്. പായസം കുടിക്കണല്ലോ എന്ന് ആലോചിച്ച ആള് വഴിക്ക് പോയിണ്ടാവും. ഇനി ഞാൻ ഈ വശത്തേക്ക് വരില്ല. അത് മുരിങ്ങ പായസേ. രംഗീത് വീട്ടിൽ എന്നിട്ട് ഓടി ഭാര്യ എടുത്തിട്ട് ഞാൻ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ടിട്ട് വന്നിരിക്കുന്നതായിരിക്കും. ഭാര്യ വിചാരിക്കും എന്തിട്ടാന്ന്. ഞാൻ നമ്മുടെ ആ അജുവേട്ടൻ്റെ വലിയ അജൂസ് വേൾഡ് അവിടേക്ക് പോയതാ. അപ്പോഴുണ്ടേ ഭാഗ്യത്തിന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാവും ചിലപ്പോൾ. കുരുക്കൾ കളയലിപ്പോൾ എൻ്റെ ഒരു പണിയിട്ട് തരുത. അല്ല അതൊരു രസം. നമ്മളിപ്പോൾ വീഡിയോയിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ കുരുക്കൾ വേഗം കിട്ടൂട്ടോ സരിത. ശരിക്ക് കുരുക്കളൊക്കെ പൊന്തിയെടുക്കണ്ടല്ലോ. രംഗീത് വരുന്നുണ്ട്. പതുക്കിയ വരുന്നത്. ചോറ് തരട്ടെ? ഫുഡ് കഴിച്ചിട്ട് ചെയ്താൽ മതി. കഴിച്ചോ? പക്ഷെ കുരുക്കളാണല്ലോ ഈ പോഷകാംശം കിടക്കുന്നത്. അതുകൊണ്ട് കുരുക്കൾ കളയാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. കടന്നോട്ടെ, ഇനി ഉള്ളത് അവിടെ കടന്നോട്ടെ. കണ്ടോ പായസം ഒരുവിധം ലെവലായിട്ടാ. കണ്ടോ നല്ല കലകം പായസമായി. ഒരുവിധം കുരുക്കളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് എടുത്തു. കണ്ട എനിക്ക് ഇരട്ടി പണിയാക്കി. ഇനി നമുക്ക് ഏലക്കായ പൊടി ഇടാം. ഏലക്കായ പൊടി ഇടുമ്പോൾ ഇതിൻ്റെ റേഞ്ച് മാറും. ഏലക്കായ പൊടി ഇടുന്നു കേട്ടോ. ഒരു സ്വല്പം ചുക്ക് പൊടി ഉണ്ട്. ചുക്ക് പൊടി ഇത്തിരി ഇടുന്നുള്ളൂ. ജീരകം വേണമെങ്കിൽ ചേർക്കണവർക്ക് ചേർക്കാം. ജീരകപ്പൊടി ചേർക്കണവർക്ക് ചേർക്കാം. ഞാൻ ചേർക്കണില്ല. പായസത്തിൻ്റെ എല്ലാ സെറ്റപ്പായി. ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാൻ പോകണം. കട്ടിപ്പാൽ കേട്ടോ. ഒരു തുണ്ട് വെള്ളം ഒഴിക്കാത്ത ഒന്നാം പാൽ, 2 നാളികേരത്തിൻ്റെ ഒന്നാം പാലാണ്. അത് ഒഴിക്കുന്നു. അത് ഒഴിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. കാച്ചൽ നമ്മൾ കാച്ചാൻ പോണ പായസം. നെയ്യ് നമ്മൾ 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കട്ടി കൂടിയേ ഇതിലിരുന്ന് കട്ടി കൂടിയില്ലേ. അടപ്രഥമൻ്റെ പോലെ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പിടണം കേട്ടോ. മറ്റേ അടുപ്പ് ശരിയാക്കി. ഇപ്പം അത് വെക്കണ്ട. ഇതിന് വേണ്ടിയിട്ട് ഇനി അത് വെക്കാൻ നിൽക്കണ്ട. ശരിയാക്കിയിട്ട് രംഗീത് അവിടെ കസാലിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലിരിക്കും. അന്ന് വന്നപ്പോൾ ബോണ്ട തിരിപ്പിച്ചു. വരും മധുരമുള്ള സാധനത്തിനാണ് യോഗം. അല്ല കറക്റ്റ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ ഇയാൾ വരണേ. അല്ല അത് വേറെ കാര്യമുണ്ട്. മധുരം തിന്നലാണ് ഏറ്റവും നല്ലത്. ശുഭകാര്യങ്ങൾക്ക് മധുരല്ലേ. ഇതിരിക്കുന്നു കേട്ടാ. തീ ഓഫ് ചെയ്തോ. നിങ്ങൾ ചോറുണ്ടാ? അല്ല നീ ചോറില്ലല്ലേ. ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇടാല്ലേ. ഇത് പായസം ദൈവത്തിന് അറിയാം. പരീക്ഷണ പായസമാണ് കേട്ടാ. അങ്ങനെ കേട്ടെ. വിജീഭവ ടേസ്റ്റ് ചെയ്യാം. ചോറ് കൊടുക്കാം. അപ്പൊ എൻ്റെ മീൻ കൂടാൻ കൂടി ചോറിന് കഴിഞ്ഞതാണ്. രംഗീത് ഭാഗത്ത് ഇരുന്ന് ചോറിനുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ പായസം ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടാ. ഈ ചട്ടകം കൊണ്ട് കട്ടിയൊന്നും ഇല്ല. ചട്ടകം കൊണ്ട് തന്നെ കൂളായിട്ടിരുന്നുണ്ടാ. കുരു തന്നെ കഴിച്ചോ ചാട്ടിരുന്നു. കുടിച്ചോ. കുടിക്കി. ചൂടാറിയാ അറിയോ?
മുരിങ്ങേര അറിയില്ല. ഉം. എന്തോ ഒരു തണ്ടൊക്കെ ഇട്ട് കൂട്ടാൻ ചില പായസം വെച്ചപ്പോൾ തോന്നും. പക്ഷേ നല്ല രസമുണ്ട്. മധുരം കൂടിപ്പോയി, കുറച്ച് കൂടുതലാ. മധുരം വേണത്. ആ മുരിങ്ങയുടെ ആ സാധനം ഇല്ലേ, ഉള്ളിലത്തെ സാധനം, അതിങ്ങനെ കടിച്ചു തിന്നാൻ നല്ല രസമുണ്ട്. അത് ഞാൻ നേരത്തെ ശർക്കരയിൽ അതിട്ട് വരട്ടി എടുത്തപ്പോ അത് നല്ല രസമുണ്ടായിരുന്നു. അടപ്രഥമന്റെ ആ സാധനം അട കഴിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. രസമുണ്ട്. മധുരം ഇത്തിരി കൂടുതലാണ്. മധുരം വേണമെങ്കിൽ ഒരു 350 ഗ്രാം ഇട്ടാൽ മതിയായിരുന്നു. 50 ഗ്രാം ഒരു 75 ഗ്രാം കൂടുതലാണ്. ഒരു കുഴപ്പമില്ല. നാളികേരത്തിന്റെ പാലും കൂടി ആവായിരുന്നു. ഇത് വേണ്ട, കറുത്ത പായസായി. ഒരു കാര്യം, പായസങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പായസം കൂടി. പായസ മത്സരം കാണില്ലേ? അപ്പം ഇങ്ങനത്തെ പായസം ഉണ്ടാക്കി വെക്കട്ടാ. മുളകരി പായസം, കുറേ തരം പായസം ഉണ്ടല്ലോ. അല്ല, പായസ മത്സരം വല്ല ഓണത്തിനൊക്കെ വരുമ്പോ ചേട്ടൻ വേണേ ഇത് പോയി വെച്ചോ. അതന്നെ യൂട്യൂബിൽ പ്രൈസ് കിട്ടും. ഇതിന് പ്രൈസ് കിട്ടും ഉറപ്പാ. അടിപൊളി പായസം യൂട്യൂബിലുണ്ടോ നോക്കട്ടെ. മുരിങ്ങക്കായ പായസം ഉണ്ടോ നോട്ടെ, പറയാം നമുക്ക്. ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ വേഗം തലക്കടിക്കും. മധുരം നല്ല മധുരത്തിൽ കൂടുതലായിരുന്ന മധുരത്തിൽ കൂടുതൽ ക്ഷമിക്കുക. എന്നിട്ട് നാളികേരം പാലും കൂടി ചേർത്താൽ അടിപൊളി ചെയ്യാനാ. മുരിങ്ങ നമ്മൾ 2 നാളികേരത്തിന്റെ പാലല്ലേ എടുത്തേ. ആ മുരിങ്ങക്കായ പായസം. സാധനം കടിക്കാൻ എന്തൊരു രസാ. മുരിങ്ങയുടെ ഉള്ളിലത്തെ സാധനം. മുരിങ്ങക്കായ പായസം. മുരിങ്ങക്കായ പായസം എന്തൊരു പരിന്തതാ. ഓണം സ്പെഷ്യൽ മുരിങ്ങക്കായ പായസം ഉണ്ട് സരിതേ. 351 വ്യൂസ് ഉള്ളത്. ഏയ് അധികം പേരിട്ടില്ല. പക്ഷെ അവരൊക്കെ പഞ്ചസാരയിലാണ് ചേർത്തോണത് ആക്കിയോണത്. ഇല്ലേ മുളയരി പായസമല്ലോ. മുരിങ്ങക്കായ് പായസം തമിഴിലുണ്ട്. ഒക്കെ ഈ കളറല്ല, ഈ വെള്ള കളറുള്ള പായസമാണ്. പക്ഷെ നമ്മുടെ മുരിങ്ങയില പായസം ഉണ്ട്. ഈ കളറുള്ള പായസം ഇല്ല. മുരിങ്ങയില പായസം ഉണ്ടാ. അപ്പൊ ഈ പായസം അടിപൊളി പായസമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വെച്ച് നോക്കിയോ കേട്ടാ. ഞാൻ ആദ്യം മധുരം അധികം കുറവാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞാനത് കഴിക്കാതെ. ഞാൻ ഇപ്പൊ 2 ഗ്ലാസ് പായസം കുടിച്ചാൽ ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞ പോലെ ചോറുണ്ട കാരണം ഉണ്ടാ കഴിക്കാത്ത. ഇത്തിരി ഞാൻ എടുത്ത് കഴിക്കും. പറഞ്ഞ പോലെ ഈ പൾപ്പ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ല. അപ്പൊ നമുക്ക് നിർത്താടാ. അടിപൊളി പായസം ആർക്കെങ്കിലും നമുക്ക് രംഗീതിന് കൊടുക്കാം. രംഗീത് മധുരം കഴിക്കുന്നില്ല, പിന്നിലാണ്. അന്ന് ബോണ്ട കഴിക്കുമ്പോൾ പറഞ്ഞില്ലേ മധുരം അധികം കഴിക്കില്ലാന്ന്. അപ്പൊ നിർത്താം നമുക്ക്. അടിപൊളി പായസം. അപ്പൊ നിങ്ങൾ കുടിച്ചിട്ട് പറയാം അഭിപ്രായം. അപ്പൊ നിങ്ങളത് എല്ലാവരും വെച്ച് നോക്കി നോക്കാട്ടാ. അപ്പൊ അടുത്ത വീഡിയോ വരെ നന്ദി, നമസ്കാരം. അപ്പൊ അരുൺ കോക്കോ നമ്മുടെ ചക്കിടാൻ വന്നിട്ട് കേട്ടോ, ചക്കിടാൻ വന്നു. പിന്നെ ഒരു പായസം കുടിക്കുക. നിങ്ങൾ തിരിഞ്ഞു നോക്കി പറയേ. ഇതില് എനിക്ക് കുറച്ച് വെള്ളം വേണം. ഈന്തപ്പഴം ഉണ്ട് പറയേ എന്തൊക്കെയുള്ള. പിന്നെ എന്നിട്ട് മുരിങ്ങക്കായ മുരിങ്ങക്കായുണ്ട്. ഈന്തപ്പഴമില്ല. പിന്നെ എന്നിട്ട് ആട്ടയാ രസമുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്പലത്തിലെ പായസം പോലെ. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭീഷണിപ്പെടുത്തി പറയുന്നതല്ലേട്ടാ. കഴിച്ചായിരുന്നു ടേസ്റ്റ്. അടുത്ത ഇതും കൂടി എടുത്തു. ദേവന്റെ പായസം കൂടി എടുത്തു. ഇതൊരു തിരുവണ്ടി അണ്ടിപ്പരിപ്പിടായിരുന്നു. ഇല്ലല്ലേ? അത് അവിടെ ഇട്ടുണ്ടാവും. അതങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയണ്ടേ. മലയാളികളുടെ അണ്ടിപ്പരിപ്പ് കൂടുതലിട്ടപ്പോ ഇവർക്ക് അധികം. അപ്പൊ ചക്കിടാൻ വന്നവര് പായസം കുടിച്ച് അടിപൊളിയെന്ന് പറഞ്ഞു. മുരിങ്ങക്കായന് മുരിങ്ങക്കായ പായസം. അപ്പൊ ഇതിന്റെ ഈ അട പോലത്തെ സാധനങ്ങള് അതാണ് അതിന്റെ ഉള്ളിലത്തെ പൾപ്പ്. ചോറിന്റെ എടുത്തത് കുരുവൊക്കെ എടുത്ത് കളഞ്ഞു. കുരു പാടില്ലേ? കുരു കിട്ടുന്ന കാരണമാണ് നീ മുരിങ്ങക്കായ എന്ന് പറയുന്നത് അല്ലേ? മുരിങ്ങക്കായ കുരുവിന്റെ ഒരു അസ്ഥി കൂടെ കിട്ടി. അത് കാരണം നീ മുരിങ്ങക്കായ ഞാൻ എനിക്ക് മനസ്സിലായില്ലേട്ടാ. ഇല്ലല്ലേ? അടിപൊളി. ഓണത്തിന് വയ്ക്കാം നമുക്ക്. അപ്പൊ മുരിങ്ങക്കായ പായസം സൂപ്പർ.